Welcome back to my YouTube channel. നമുക്കൊരു ഡിന്നർ ഉണ്ടാക്കിയാലോ? എന്താണ് ആ ഡിന്നർ എന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഏതാ? അപ്പോൾ നമ്മൾ ഇന്നൊരു ഡിന്നർ ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ എല്ലാ ദിവസവും ഉണ്ടാക്കുന്നതൊന്നും അല്ല, എന്നാലും നമ്മൾക്ക് ഇടയ്ക്ക് ആ സാധനം മിസ് ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടാക്കും. കാരണം അധികം മെനക്കെടില്ലാത്ത ഒരു ഡിന്നറാണത്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി നമ്മൾ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സവാള, അതേപോലെ ഇഞ്ചി, പച്ചമുളക്, ഉരുളക്കിഴങ്ങ് ഇതെല്ലാം ഒരുമിച്ചിട്ടാണ് വഴറ്റുന്നത്. അല്ലാതെ സവാള ബ്രൗൺ നിറമാവുമ്പോൾ അടുത്ത ഇടുക അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ ഇല്ല. ഇതെല്ലാം ഒന്നിച്ചിടുക, കുറച്ച് ഉപ്പിട്ടിട്ട് അതൊന്ന് കുറച്ചൊന്ന് സവാളയൊക്കെ വാടുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി മൂടി വെക്കണം. അതാണ് ഇതിൻ്റെ എളുപ്പപ്പണികൾ. ഇടയ്ക്കിടയ്ക്ക് ഇത് മൂടി വയ്ക്കുക, എന്നിട്ട് മൂടി ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കുകയും കൂടെ ചെയ്യുക. അതൊന്ന് സവാളയൊക്കെ ഒന്ന് വഴണ്ട് കഴിഞ്ഞെന്ന് കണ്ടാൽ നമ്മളതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കറിവേപ്പില ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. എന്നിട്ട് അടച്ചു വയ്ക്കാം. കുറച്ചൊന്ന് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഹാഫ് വേവ് ആവുമ്പോൾ നമ്മൾ അതിലേക്ക് സോയാ ചങ്ക്സും ക്യാപ്സിക്കവും കൂടെ അരിഞ്ഞതും കൂടെ മിക്സ് ചെയ്യുക. കാര്യം സോയാ ചങ്ക്സിനും ക്യാപ്സിക്കത്തിനും അധികം വേവില്ല. അപ്പോൾ ഉരുളക്കിഴങ്ങ് പകുതി വേവ് ആവുമ്പോൾ അതും കൂടെ മിക്സ് ചെയ്ത് ഈ മസാലയുടെ കൂടെ ഒന്ന് ഇളക്കിയിട്ട് മൂടി വയ്ക്കുക. അത് ചെറു തീയിലിടുന്ന് നമ്മുടെ ഉരുളക്കിഴങ്ങും സോയയൊക്കെ വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറി റെഡി. അത്രയേ ഉള്ളൂ നമ്മുടെ കറി. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയോ ബ്രെഡോ എന്തെങ്കിലും വേണം. ഞാൻ ഇവിടെ എടുക്കുന്നത് ഹോൾ വീറ്റിൻ്റെ ബ്രെഡാണ്. അതാണ് എൻ്റെ ഫേവറേറ്റ് കോമ്പിനേഷൻ ഇതിൻ്റെ കൂടെ. അതൊന്നുമില്ല, നമ്മുടെ ദോശത്തവയിൽ ബ്രെഡ് എടുക്കുക, കുറച്ച് നെയ്യ് പുരട്ടുക, എന്നിട്ട് ജസ്റ്റ് അപ്പുറം ഇപ്പുറം ഒന്ന് മൊരിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ഡിന്നർ ഇവിടെ റെഡി. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? Hey Raghu, how's the food? Okay. അപ്പം അതാണ് ആ ഫുഡിൻ്റെ ഒറിജിനൽ അഭിപ്രായം. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് സോയയും കുറച്ച് ഉരുളക്കിഴങ്ങും ക്യാപ്സിക്കും. കുഴപ്പമില്ല, എപ്പോഴും കഴിക്കുന്ന പോലെ തന്നെയാണുള്ളത്, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. പിന്നെ ഇത് ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ, അതുകൊണ്ടാണ് ഞാനിത് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ഓഫീസ് കഴിഞ്ഞ് വന്നിട്ട് നമുക്കിത് ഉണ്ടാക്കി കഴിക്കാം. ബ്രെഡ് ഉണ്ടാക്കി അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ട്രൈ. ബൈ.